പരിപ്പുവടയും നെയ്പത്തലും പഴംപൊരിയുമൊക്കെ പഴങ്കഥ. ബീഫ് പത്തലും ആട്ടിറച്ചി ബർഗറും ഇറാനി പോളയുമൊക്കെയാണ് ഇപ്പോൾ താരങ്ങൾ. 100-ലധികം എണ്ണക്കടികൾ ഇതാ ഇങ്ങനെ സ്വർണ്ണ നിറത്തിൽ നിരന്നു നിൽക്കും. ദുബായ് ജിജിഗോ മെട്രോ സ്റ്റേഷനടുത്തുള്ള തലശ്ശേരി റെസ്റ്റോറന്റാണ് തനി നാടൻ എണ്ണക്കടികളുടെ കലവറ. വൈകുന്നേരം 3 മണിയോടെ പലതരം പലഹാരങ്ങൾ ഇതുപോലെ നിരത്തിവെക്കും. 1 മണിക്കൂറിനുള്ളിൽ എല്ലാം കാലി. നമ്മുടെ റംദാൻ 114ഓളം വരുന്ന തലശ്ശേരിയുടെ തനതായിട്ടുള്ള സ്നാക്സ്, പിന്നെ നമുക്ക് ചെത്തൈസ്, കച്ച്, പിന്നെ ഉപ്പിലിട്ട കുറേ വെറൈറ്റീസ്, അങ്ങനെ വളരെ മനോഹരമായ രീതിയിലുള്ള ഒത്തിരി വിഭവങ്ങളായിട്ടുള്ള ഇപ്രാവശ്യത്തെ റംദാൻ നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇഫ്താർ ബുഫറ്റ്, സുഹൂർ ബുഫറ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഓൾമോസ്റ്റ് സ്നാക്സ് കൗണ്ട് ചെയ്യാൻ. നോമ്പ് തുറക്കാൻ ഈത്തപ്പഴത്തിനും ആപ്പിളിനും മുന്തിരിക്കുമൊപ്പം ദുബായിലെ മലയാളികൾക്ക് എണ്ണക്കടികൾ കൂടി വേണം. അതുകൊണ്ട് തന്നെ മിക്ക റെസ്റ്റോറന്റുകളിലെയും വൈകുന്നേര കാഴ്ചകൾ ഇങ്ങനെയാണ്. നോമ്പായിട്ട് കട്ട്ലേറ്റ്, ഇവിടുത്തെ കട്ട്ലേറ്റ് അടിപൊളിയാണ്. വിവളപ്പുറം വന്നിട്ട് ഓരോന്നിങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമാകുന്നുണ്ട്, ഓരോന്നായിട്ട് ഇഷ്ടമാണ്. നോമ്പിന് മലയാളികൾക്ക് നാടിന്റെ രുചിയും ഉമ്മാന്റെ കൈപ്പുണ്യവും നഷ്ടപ്പെടില്ല. ഇതുപോലെ 100-ലധികം എണ്ണക്കടികളുണ്ട് നോമ്പ് തുറക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് രുചിയും സ്നേഹവും ഒരുമിച്ച് ചേരുന്ന ഇഫ്താർ. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.